2025 ഏറ്റവും മികച്ച എഡിറ്റോറിയൽ ഏതാണ്? ഒരു സംശയവും വേണ്ട, അത് ഇന്നലെ ദീപിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കെതിരെ എഴുതിയ എഡിറ്റോറിയലാണ്. അത്ര സത്യസന്ധതയും നീതിബോധവും ധൈര്യവും പലപ്പോഴും നമ്മുടെ പത്രങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി യേശുക്രിസ്തുവും ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് പള്ളിയും ചർച്ചാണെന്ന് പറയാറ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആയാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാൽ പൊതുവെ അധികാരത്തിലിരിക്കുന്നവരെ നേരിട്ട് കടന്നാക്രമിക്കാറില്ല. അവരോട് ഒരു സൗഹാർദ്ദത്തിന്റെ വഴിയിലാണ് പലപ്പോഴും പോകാറുള്ളത്. നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളെ കുറിച്ച് പലപ്പോഴും ഉള്ള ഒരു വിമർശനവും അങ്ങനെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സത്യക്രിസ്ത്യാനിയാണ് ഈ ദീപികയുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രണാമം. അത് യേശുവിന്റെ വചനങ്ങളാണ്. അതായത് അടിച്ചമർത്തപ്പെട്ടവന്റെയും പാവപ്പെട്ടവന്റെയും ഇല്ലാത്തവന്റെയും അരികെ ചേർക്കുന്നവന്റെയും കൂടെ നിൽക്കുന്ന ധൈര്യം, അതൊരു ആത്മീയ ധൈര്യമാണ്, രാഷ്ട്രീയ ധൈര്യമല്ല. ഇന്ത്യയിൽ പൊതുവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടാരും വിമർശിക്കാറില്ല, രാഹുൽ ഗാന്ധി ഒഴിച്ച്. കാര്യം ആരും ആ റിസ്ക് എടുക്കാറില്ല. മോദിജിക്ക് വിമർശനങ്ങളോട് വലിയ അസഹിഷ്ണുത ഉണ്ടായിട്ടില്ല. പക്ഷെ മോദി ഭക്തന്മാരായ ഒരുപാട് പേര് ഭരിക്കുന്നതുകൊണ്ട് അവർ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതുകൊണ്ടും ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റിന്റെ പണി കിട്ടും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവരുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ക്യാൻസൽ ചെയ്യും, ED പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ആരും മോദിജിയെ കടന്നാക്രമിക്കാറില്ല. പകരം ബാക്കിയുള്ളവരെ എല്ലാം ഒന്ന് ആക്രമിച്ച് നയങ്ങളുടെ പരിപാടിയും മറ്റും വിമർശിക്കാറേ ഉള്ളൂ. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നത് അത് ദീപികയുടെ, നമ്മുടെ നാടിന്റെ നന്മയാണ്, ദീപികയുടെ ധൈര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കേൾക്കേണ്ട വിമർശനവുമാണ്. പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മളെല്ലാം പറയുമ്പോൾ പോലും അദ്ദേഹം പള്ളിയിൽ പോയത് നല്ലതാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങാറുള്ളത്. നല്ലത് തന്നെയാണ്. പക്ഷേ ദീപിക എഡിറ്റോറിയൽ കടന്ന് പറയുകയും പ്രധാനമന്ത്രി ചർച്ചിൽ പോകുന്നത് വിദേശ ഗവൺമെന്റുകളെയും വിദേശ ഭരണാധികാരികളെയും കാണിക്കാനാകും എന്നുവരെ ആത്മരോഷം കൊള്ളുന്നത് ഒരു ക്രിസ്തീയ മഹത്വമാണ്. അത് ധാർമ്മിക രോഷമാണ്. ആ രോഷമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണിക്കാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ജേർണലിസ്റ്റെ ഇഷ്ടപ്പെടുന്ന, യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശത്തോടു കൂടി അല്ലാതെ അത് വായിക്കാൻ കഴിയില്ല. കാര്യം അത്ര ഗംഭീരമായിട്ട് തന്നെ എഡിറ്റോറിയൽ ഉണ്ട്. യഥാർത്ഥത്തിൽ ദീപിക പൊട്ടിത്തെറിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. വിമർശനം എന്നൊന്നും പറഞ്ഞാൽ പോരാ, പൊട്ടിത്തെറിയായിരുന്നു എന്ന് തന്നെ പറയണം. അതില് രാജീവ് ചന്ദ്രശേഖർജിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള, എന്നാൽ ഒരുപാട് എഡിറ്റോറിയൽ ഫ്രീഡം സൂക്ഷിക്കുന്ന ഏഷ്യാനെറ്റിന്റെ വാർത്തയും കൂടെ ഒന്ന് കണ്ടിട്ട് ആ എഡിറ്റോറിയൽ ഒന്ന് വായിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനത്തിലേക്കാണ്. അതായത് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പള്ളി സന്ദർശനത്തിനെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിൽ രൂക്ഷമായ ഒരു എഡിറ്റോറിയൽ ഉണ്ട്. ഹിന്ദുത്വ വർഗീയവാദികൾ അക്രമം അഴിച്ചുവിടുന്നതിനിടെയുള്ള സന്ദർശനം അത് വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനായിരിക്കും എന്നുള്ളതാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. വർഗീയതയ്ക്കെതിരെ അത് പറയാൻ കഴിയുന്നതേ ഭയങ്കര ധൈര്യമാണ്. കാര്യം ആ റിസ്ക് ആരും എടുക്കില്ല. ദീപികയ്ക്ക് അത് എടുക്കാൻ കഴിയുന്നത് മനസ്സിൽ കർത്താവ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിൽ യേശുക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. വായിച്ച എന്താ പറയണേ, ഏറ്റവും ഗംഭീരമായ, ഓരോ ഇന്ത്യക്കാരനും വായിക്കേണ്ട, ഓരോ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വായിക്കേണ്ട ധൈര്യമുള്ളൊരു എഡിറ്റോറിയലാണ്. വർഗീയത വാനോളം, നിവേദനം പോരാ എന്ന ദീപികയുടെ ഈ എഡിറ്റോറിയൽ. അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ പലപ്പോഴും ഭരണത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് വിമർശിക്കുന്നവർക്കുള്ളൊരു മറുപടി കൂടെയാണ്. കാര്യം പലപ്പോഴും ക്രിസ്ത്യാനികൾ ശക്തമായ നിലപാടുകൾ ചില കാര്യങ്ങളിൽ എടുക്കാറില്ല എന്നൊക്കെ, ഭരണത്തിലിരിക്കുന്നവരെ സുഖിപ്പിക്കും എന്നൊക്കെയുള്ളൊരു വിമർശനത്തിന്റെ ശക്തമായ മറുപടിയാണ്. അതായത് മോദിജിയെ പോലും നേരിട്ട് എങ്ങനെ വിമർശിക്കാം? അദ്ദേഹം വിമർശനം കേൾക്കണം. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരിയായതുകൊണ്ട് വിമർശനം കേൾക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പള്ളി പോയത് നല്ല കാര്യമാണ്. എന്നാൽ അവിടെ വച്ചൊരു വാക്ക് പോലും പറയാത്തതോ, വെളിയിൽ വന്നിട്ട് വാക്ക് പറയാത്തതോ, ഡിസംബർ 25 ഗുഡ് ഗവർണൻസ്, വാജ്പേയിജിയുടെ ബർത്ത്ഡേ ആണ്. അതിന്റെ ഭാഗമായി ഒരിക്കൽ വാജ്പേയിജി നരേന്ദ്രമോദിയോട് പറഞ്ഞ രാജധർമ്മ എന്ന് പറയുന്ന, ഒരു രാജ്യം ഭരിക്കുന്നവന് ഒരു ധർമ്മമുണ്ട്, ആ ധർമ്മം പാലിക്കാത്ത മോദിജി ആ കാര്യത്തിൽ ആ വിമർശനം കേൾക്കേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗോൾവൽക്കർ മുതൽ മോഹൻ ഭഗവത് വരെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെ ലക്ഷ്യം കാണാതെ പോയത് നമ്മുടെ ഭരണഘടന കോട്ട പോലെ കവചമൊരുക്കിയതിനാലാണ്. പക്ഷെ ആ കോട്ടയുടെ കാവൽക്കാരാകേണ്ടിയിരുന്ന ഭരണകൂടത്തിന്റെ നിശബ്ദത, ഇവിടെ മോദിജിയുടെ നിശബ്ദത തടയപ്പെട്ടതിനെല്ലാം പിൻവാതിൽ പ്രവേശനം നൽകുകയാണ്. ഈ ഒളിച്ചു കടത്തലിന്റെ ഏറ്റവും പുതിയ നാൾ വഴിയിലൂടെയാണ് ക്രിസ്മസിന് ക്രൈസ്തവർക്കെതിരെ രാജ്യമൊട്ടാകെ ആക്രമണങ്ങളുമായി സംഘപരിവാർ കടന്നുപോയത്. സംഘപരിവാർ എന്ന പ്രയോഗം പോലും അവിടെ പ്രസക്തമാണ്. ഞാനൊക്കെ തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന് മാത്രമേ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. സംഘപരിവാർ കടന്നുപോയത് അർത്ഥഗർഭവും കുറ്റകരവുമായ ഭരണകൂട നിശബ്ദതയ്ക്കൊപ്പം ദുർബലമായ പ്രതിപക്ഷവും നിയമപരമായ പരിഹാരങ്ങൾ നടത്തുന്നതിന് ശക്തമായ സംവിധാനമില്ലാത്ത ന്യൂനപക്ഷ നേതൃത്വങ്ങളും സ്ഥിതി വഷളാക്കി. കോൺഗ്രസിനുണ്ട്, ക്രിസ്ത്യൻ നേതൃത്വങ്ങൾക്കുണ്ട്, അതാണ് കറക്റ്റ്. സ്ഥിതി വഷളാക്കി.
BJP സർക്കാരുകൾക്ക് നിവേദനം നൽകിയതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമല്ല. ക്രിസ്മസിന് വർഗീയവാദികൾ അഴിച്ചുവിട്ട അക്രമങ്ങളെല്ലാം ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും എതിരാണ്. കോടതിയെ സമീപിക്കണം. രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരും അവരുടെ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇത് ഹിന്ദുത്വവാദികൾ കേൾക്കാനാണ്. യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടു. ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ ഗൂഢാലോചനയൊന്നും അല്ല, മനസ്സിലായിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. കേരളത്തിലും പരീക്ഷണം നടത്തി. 11 വർഷത്തെ BJP ഭരണത്തിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം പുതിയ സംഭവമല്ല. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനവും പുതിയതല്ല. BJP സർക്കാരുകൾക്ക് കൊടുക്കുന്ന നിവേദനങ്ങൾ അവഗണിക്കപ്പെടുന്നതും പുതിയ കാര്യമല്ല. ചേർത്ത് വായിക്കുമ്പോൾ പരസ്പര ബന്ധം ദൃശ്യമാണ്. ഹിന്ദുത്വ വർഗീയവാദികൾ പുറത്ത് ക്രിസ്മസ് അലങ്കോലമാക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പള്ളിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ എത്തിയത് ഈ രാജ്യത്തെ പൗരന്മാരെ കാണിക്കാനാകില്ല, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനാകും. അല്ലായിരുന്നെങ്കിൽ അക്രമങ്ങളെ അപലപിക്കുകയോ അതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നു. ഹിന്ദുത്വ ആ വരികൾ വളരെ ശക്തമാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ കാണിക്കാനാകില്ല, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനാകും. ആണെന്നോ അല്ലെന്നോ അല്ല, കാണിക്കാനാകുമെന്നത് വളരെ മൂർച്ചയുള്ളൊരു വിമർശനമാണ്. അല്ലായിരുന്നെങ്കിൽ അക്രമങ്ങളെ അപലപിക്കുകയോ അതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നു. അപലപിച്ചു പോലുമില്ല. പല നിലപാടും നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പോലീസ് പല സ്ഥലങ്ങളിലും നിഷ്ക്രിയമായിരുന്നു. ഇതിനെക്കുറിച്ച് അപലപിക്കുക പോലും ചെയ്തില്ല. അതായത് വിശുദ്ധ ക്രിസ്മസിന്റെ ദിനത്തിലടക്കം 25-ാം തീയതിയും അല്ലെങ്കിൽ തലേദിവസം 24-ാം തീയതിയും ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയുണ്ടായി. അടുത്തത്, സംഘപരിവാറിന്റെ ആക്രോശങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണ്. സംഘപരിവാറിന്റെ ആക്രോശങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണ്. സംഘടനകൾ മാത്രമല്ല, BJP സർക്കാരുകളും ഭരണഘടനയെ നോക്കുകുത്തിയാക്കി. UPയിൽ ക്രിസ്മസ് അവധി റദ്ദാക്കി. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനെതിരെ എന്ന് പറഞ്ഞ് ഹിന്ദു സേവാ സമാജ് ക്രിസ്മസിന്റെ തലേന്ന് ബന്ദ് നടത്തി. വിവാദമായപ്പോൾ നിർബന്ധമല്ലെന്ന് വിശദീകരിച്ചില്ലെങ്കിലും കേരള ലോക ഭവനിലും, അതായത് നമ്മുടെ പഴയ രാജ്ഭവൻ, ഗവർണറുടെ രാജ്ഭവൻ അല്ലെങ്കിൽ ലോക് ഭവൻ ക്രിസ്മസ് പ്രവർത്തി ദിനമാക്കിയിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് അന്ന് വാജ്പേയിജിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ലോകവ്യാപകമായി ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമല്ലേ അത്. 2024 മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ 834 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 834 അക്രമ സംഭവങ്ങൾ. ഈ വർഷം നവംബർ വരെ 706 അക്രമങ്ങൾ ഉണ്ടായി. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ ആധികാരികമല്ലെന്നാണ് BJP പറയുന്നത്. പക്ഷേ അതിൽ ഏതാണ് തെറ്റെന്ന് വിശദീകരിക്കുന്നുമില്ല. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണം 4ഉം 5ഉം ഇരട്ടിയായി. അപ്പോ അതിശക്തമായ രീതിയിൽ ആ വിമർശനം അവിടെ കൊണ്ടുവരുന്നത് എന്താ പറയണേ, ഇനി അവസാന വരികൾ നല്ലതാണ് കേട്ടോ. ഇസ്ലാമിക തീവ്രവാദത്തെയും, അതായത് ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസത്തെയും ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയും ഒരേപോലെ എതിർക്കണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്, ക്രിസ്തുമാർഗിക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇസ്ലാമിക തീവ്രവാദത്തെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെയും ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയും അവരുടെ തീവ്രതയും ഒരേപോലെ എതിർക്കണം. ഒന്നിനെ താലോലിച്ച് മറ്റുള്ളവയെ എതിർക്കുന്ന വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇന്ത്യയിലെ വർഗീയതയും തീവ്രവാദത്തെയും പന പോലെ വളർത്തിയത്. 100% സത്യമാണ്. ആ സത്യസന്ധമായി ഇനി ഇവരുടെ അല്ല, സത്യസന്ധമായും മതസൗഹാർദ്ദത്തിൽ അടിസ്ഥാനവുമായി നമുക്ക് അങ്ങനെ പോകാൻ ഈ എഡിറ്റോറിയൽ പറയുന്ന പോലെ കഴിയട്ടെ. ദീപികയ്ക്ക് വലിയ പ്രണാമം. അത് യേശുക്രിസ്തു കർത്താവിന്റെ അനുഗ്രഹവും ശക്തിയും ധാർമ്മികതയുമാണ്. നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിക്ക് വേണ്ടിയുമാണ് സംസാരിച്ചത്. യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ, നമ്മുടെ നാടിനുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.